നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഈമാനിൻ്റെ മധുരം അയാൾ ആസ്വദിച്ചിരിക്കും. അതിലൊന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹു. അല്ലാഹുവും റസൂലും മറ്റെല്ലാരേക്കാളും ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടതായിരിക്കുമ്പോൾ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്ന. ഇല്ലെങ്കിലോ ഈ മധുരം അങ്ങോട്ട് കിട്ടില്ല. എനിക്കും നിങ്ങൾക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഈമാൻ പോരാ എന്ന്? എന്തോ ഒരു പോരായ്മ നമുക്കുണ്ട് എന്ന്? അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നമ്മുടെ മഹബത്തിൻ്റെ ആഴവും അതിൻ്റെ ദൃഢതയും അതിൻ്റെ ഗാംഭീര്യവും ഞാനും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, പറഞ്ഞു കൊടുക്കുക, ഇൻകാന ആബാഉക്കും, മാതാപിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാർ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിക്കുന്ന ധനം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർദൗനഹ, ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ ഇതിനോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ, വ ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വരുന്നതിനെ കാത്തിരുന്നുള്ളൂ. അഥവാ ശിക്ഷയുടെ കൽപ്പന.